നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളം ചോദ്യപേപ്പറിൽ മതനിന്ദ ആരോപിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിൻ്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ ഒന്നാം പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. ഒന്നാം പ്രതിയും പിടികിട്ടാപ്പുള്ളിയുമായിരുന്ന അശമന്നൂർ നൂലേലി മൂടശ്ശേരി സവാദിനെ കണ്ണൂരിൽ നിന്ന് ദേശീയ അന്വേഷണ ഏജൻസിയാണ് പിടികൂടിയത്. ഇന്നലെ കണ്ണൂർ മട്ടന്നൂരിൽ നിന്നാണ് ഇയാളെ പിടികൂടിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്ന ഇയാൾ 13 വർഷമായി ഒളിവിൽ കഴിയുകയായിരുന്നു. കൈവെട്ട് നടന്ന് അന്ന് തന്നെ ആലുവയിൽ നിന്ന് സവാദ് ബംഗളൂരുവിലേക്ക് കടന്നതായി ആദ്യം കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. എന്നാൽ പലയിടങ്ങളിലും അന്വേഷിച്ചെങ്കിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കേരള പോലീസ് അന്വേഷിച്ചിരുന്ന കേസ് 2011 മാർച്ചിലാണ് NIA ഏറ്റെടുത്തത്. ഇതോടെ സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടെയാണ് സവാദിനെ വിദേശത്ത് വെച്ച് കണ്ടെന്നുള്ള രഹസ്യ വിവരം NIAക്ക് ലഭിക്കുന്നത്. ഇതേ തുടർന്ന് അന്വേഷണം കൂടുതൽ ശക്തമാക്കുകയായിരുന്നു. സവാദ് സിറിയയിലേക്ക് കടന്നതായും പ്രചാരണമുണ്ടായിരുന്നു. സവാദിനെ കണ്ടെത്താൻ കഴിഞ്ഞത് NIAയുടെ വൻ വിജയമായി. പ്രവാചകനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ചോദ്യപേപ്പർ തയ്യാറാക്കിയെന്നാരോപിച്ച് 2010 ജൂലൈ 6-നാണ് പ്രൊഫസർ TJ ജോസഫിൻ്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത്. കഴിഞ്ഞ വർഷം ജൂലൈ 13-നാണ് കോടതി പ്രതികളുടെ ശിക്ഷ വിധിച്ചത്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികളിൽ മുഖ്യ പ്രതികളായ സജിൽ, MK നാസർ, നജീബ് എന്നിവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും 9, 11, 12 പ്രതികളായ നൌഷാദിനും മൊയ്തീൻ കുഞ്ഞിനും അയൂബിനും 3 വർഷം വീതം തടവിനും വിധിച്ചിരുന്നു. 3 വർഷം ശിക്ഷിക്കപ്പെട്ടവർക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. അന്ന് TJ ജോസഫിൻ്റെ കൈവെട്ടിയപ്പോൾ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന നമ്മുടെ സാംസ്കാരിക നായകനായിട്ട് ചമഞ്ഞു നടക്കുന്ന MA ബേബി പറഞ്ഞത് ഇദ്ദേഹത്തെക്കുറിച്ച് എന്തോ ഒരു മണ്ടനാണ് എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ CPM ഇവർക്കൊക്കെ തന്നെ ഈ പ്രതികളെ സംരക്ഷിക്കുകയും അവർക്ക് കൂട്ടുനിൽക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പിടികൂടിയിരിക്കുന്നതും എവിടെ നിന്ന് തന്നെയാണ്? കണ്ണൂരിൽ നിന്ന്. അപ്പോൾ നമ്മൾ വായിച്ചെടുക്കേണ്ടതായ ചില കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ്.